കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മത്സരത്തിൽ മഴ നിയമപ്രകാരം കനത്ത തോൽവിയാണ് ഇന്ത്യക്ക് നേരിടേണ്ട വന്നത്. ഈ ചിത്രത്തിൽ ഇന്ത്യ ഒരിക്കൽ പോലും മത്സരത്തിലില്ലായിരുന്നു എന്ന് പറയുന്നതാണ് സത്യം. ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഇന്ത്യനേക്കാളും ഒരുപിടി മികച്ചത് ഓസീസായിരുന്നു. ഒരു കാര്യം ഓർക്കണം, ഓസീസിൻ്റെ പല താരങ്ങളും ഇല്ലായിരുന്നു. ഇന്ത്യയുടെ പല താരങ്ങളും സീനിയർ താരങ്ങൾ ഉൾപ്പെടെ തിരിച്ചു വന്നതിനും മത്സരമായിട്ട് പോലും ഇന്ത്യക്ക് ജയിക്കാൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ ഗില്ലിൻ്റെ ക്യാപ്റ്റൻസി അവിടെ ചോദ്യം ചെയ്യുകയാണ്. മുൻ മത്സരങ്ങൾ പോലെ അത്ര എളുപ്പത്തിൽ ഈ പരമ്പര നേടാൻ ഇന്ത്യ ചിന്തിക്കേണ്ട എന്നുള്ള മുന്നറിയിപ്പാണ് ഓസീസ് ഇതിലൂടെ ഇന്ത്യക്ക് നൽകിയത്. യാതൊരു ക്ലൂവുമില്ലാത്ത ഒരു ക്യാപ്റ്റനായിട്ട് ആണ് ഗില്ലിനെ കാണപ്പെട്ടത്. ഗില്ലിൻ്റെ എല്ലാ പ്ലാനുകളും പഴയ്ക്കുന്നതാണ് നമ്മൾ കണ്ടത്. ടീം സെലക്ഷനിൽ തന്നെ ഇന്ത്യ മണ്ടത്തരങ്ങൾ കളിച്ചായിരുന്നു. ലോകത്തെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ സ്പിന്നറായ കുൽദീപ് യാദവിനെ കളിപ്പിക്കാതെ ഫാസ്റ്റ് ബോളറായ ഹർഷിത് റാണയാണ് ഇന്ത്യൻ ടീം കളിപ്പിച്ച് അവിടെ തന്നെ ഇന്ത്യയുടെ പ്ലാൻ പൊളിയുകയായിരുന്നു. ഏഷ്യ കപ്പ്, അതിന് പിന്നാലെ വെസ്റ്റ് ഇൻഡീസ് ടെസ്റ്റ് പരമ്പര എന്നിവയിലൊക്കെ വമ്പൻ പ്രകടനം കാഴ്ചവെച്ച മാൻ ഓഫ് ദി സീരീസും മാൻ ഓഫ് ദി മാച്ചുമായ കുൽദീപ് യാദവിനെ ബെഞ്ചിലിരുത്തിയപ്പോൾ തന്നെ ഗൗതം ഗംഭീറിൻ്റെ തീരുമാനങ്ങൾ അവിടെ തെറ്റിയിരുന്നു. സ്പെഷ്യൽ സ്പിന്നർ പോലും ഇന്ത്യൻ ടീമിൽ ഇല്ലായിരുന്നു എന്ന കാര്യം ഓർക്കുക. 3 ഓൾറൗണ്ടറായിട്ടാണ് കളിച്ചത്. പകരം അക്ഷയ് പട്ടേൽ മാത്രമാണ് സ്പിൻ ആയിട്ടുണ്ടായിരുന്നത്. കൂടുതൽ ഹെൽത്ത് നൽകാനാണ് ഗംഭീർ ഓൾറൗണ്ടറെ കുത്തി നിറച്ചത്. ഗംഭീർ കാണിച്ച രണ്ടാമത്തെ മണ്ടത്തരമാണ് ഓൾറൗണ്ടർ ഹർഷിത് റാണയെ കളിപ്പിക്കാൻ തീരുമാനിച്ചത്. ദേശീയ ടീമിന് വേണ്ടി ഇതുവരെ തൻ്റെ പ്രതിഭയ്ക്ക് ഒത്ത പ്രകടനം ഹർഷിത് റാണയ്ക്ക് കാഴ്ചവെക്കാൻ ദേശീയ ടീമിൽ സാധിച്ചിട്ടില്ല. എന്നിട്ട് വീണ്ടും അവസരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആരും വാരിക്കോറി റൺസ് കൊടുക്കുന്നതിൽ ഒരു പിശുക്കും കാണിച്ചില്ല. 4 ഓവറിൽ 6.7 താരം ബൗൾ എറിഞ്ഞത്. ാവട്ടെ ഓൾറൗണ്ടറിന് ഒത്ത പ്രകടനം റാണയ്ക്ക് കാഴ്ചവെക്കാൻ സാധിച്ചില്ല. കേവലം ഒരു റണ്ണെടുത്ത് പുറത്തായി. ഗംഭീർ കാണിച്ച 3ാമത്തെ മണ്ടത്തരമാണ് വാഷിംഗ്ടൺ സുന്ദറിന് പകരം ആ സ്ഥാനത്ത് നിതീഷ് കുമാർ റെഡ്ഡിനെ കയറ്റിവിടാത്തത്. 8ാം നമ്പറിലാണ് നിതീഷ് കുമാർ റെഡ്ഡി ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയത്. 11 ബോളിൽ നിന്ന് 19 റണ്ണ് എടുത്ത് നല്ലൊരു ഫിനിഷ് കാഴ്ചവെക്കാനും നിതീഷ് കുമാർ റെഡ്ഡിക്ക് സാധിച്ചു. വാഷിംഗ്ടൺ 10 പന്തിൽ നിന്ന് 10 റണ്ണാണ് നേടിയത്. കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്ക് ഈ കളിയിൽ മികവ് പുലർത്താൻ സാധിച്ചിരുന്നില്ല. നിതീഷ് കുമാർ റെഡ്ഡി ഒരു പക്ഷേ വാഷിംഗ്ടൺ സുന്ദറിനെക്കാളും നേരത്തെ വന്നെങ്കിൽ കുറേ കൂടി മാച്ച് സ്കോർ കാണാൻ ഇന്ത്യക്ക് സാധിച്ചേനെ. വരും ദിവസങ്ങളിലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.